ഇത് പെപ്പിനോ മെലോൺ എന്ന് പറയുന്ന ഒരു പഴമാണ്. നമ്മുടെ നാട്ടുകാരനല്ല, വിദേശത്തുനിന്ന് വന്നതാണ്. ഇതിപ്പോൾ മറയൂരിലെ നെല്ലിപ്പെട്ടിക്കുടി എന്ന ആദിവാസി കോളനിയിൽ ഒരു കർഷകൻ ഈ പഴം വിളയിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പോലും ഇതെന്തായിരുന്നു എന്നറിയില്ല. അദ്ദേഹത്തിന് ഒരാൾ നൽകിയ ഒരു ചെടി അത് കൃഷി ചെയ്ത് അല്ലെങ്കിൽ അത് കൂടുതൽ വിത്തുകളാക്കി കൃഷി ചെയ്യുകയാണ് ചെയ്തത്. ഈ നമ്മളെ കമ്മാളംകുടിയിൽ നിന്നാണ് കിട്ടിയത്. കമ്മാളംകുടിയിൽ നിന്ന് ഒറ്റ തൈ മാത്രം കിട്ടിയിട്ടുള്ളൂ. ആ ഒറ്റ തൈ എൻ്റെ കൃഷി സ്ഥലത്തിലേക്ക് നട്ടു. അത് പടർന്ന് കിട്ടിയത് കൊണ്ട് പിന്നെ അതും തന്നെ മറ്റേ തണ്ട് മുറിച്ച് നട്ട് കുറച്ച് ഒരു 10 സെന്റ് ഇടത്തില് 10 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിൽ നിന്ന് ഞാൻ നട്ടു ഇപ്പം കുറച്ച് കായ് കിട്ടി. ഓരോ ആദ്യം എടുക്കുമ്പോൾ ഒരു 30 കിലോ കിട്ടി. രണ്ടാമത്തെ എടുക്കുമ്പോൾ ഒരു 37 കിലോ കിട്ടി. രണ്ടാമത്തെ എടുക്കുമ്പോൾ നമ്മുടെ ലേലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആരും എടുക്കാൻ വിലയ്ക്ക് ആളില്ലായിരുന്നു. ആളില്ലാതെ ആകുമ്പോൾ ഈ ചെടിയിൽ നിന്നാലും മുറിച്ച് വെട്ടി മാറ്റി കളഞ്ഞിട്ട് പീൻസ് നടാമെന്നിട്ട് ഓർക്കുമ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, വെട്ടിക്കളന്നിട്ട് നമുക്ക് ആ സ്ഥലത്തിൽ പീൻസ് നടാമെന്ന്. ഈ വിലയെ കിട്ടിയാൽ വീണ്ടും ഈ പണി തുടങ്ങും, അല്ലെങ്കിൽ ഈ വെട്ടി മുറിച്ച് കളയാം. ഇത് വിൽക്കുന്നതിനായിട്ട് വനം വകുപ്പിന്റെ ലേലച്ചന്തയിൽ എത്തിച്ചപ്പോൾ ഇതാരും വാങ്ങാനുണ്ടായിരുന്നില്ല. അതിനുശേഷം അദ്ദേഹം ഇത് വെട്ടിക്കളയാനായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ പഴം എന്താണെന്ന് തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിഞ്ഞത് മറയൂർ DFO ആയിട്ടുള്ള വിനോദ് സാറാണ്. ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റിയിൽ വരണം എന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ കൃഷി എന്ന് അറിയാൻ വേണ്ടിയിട്ടും ഇതെന്താണ് ഫ്രൂട്ട് എന്നുള്ളത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് പെപ്പിനോ മെലോൺ ആണെന്ന് മനസ്സിലാവുന്നു. പിന്നെ ഉടനെ തന്നെ ഇവിടെ വന്നു ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോഴാണ് ഇദ്ദേഹം പറയുന്നത് ഞാനിത് വെട്ടിക്കളയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വനം വകുപ്പ് ഇക്കോടത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ട്, ചില്ല എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് നമുക്കുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഭാവിയിൽ വില ഉണ്ടാവും, അതുകൊണ്ട് കൃഷിയൊന്നും കളയരുതെന്ന് ഇവരോട് സംസാരിച്ചു. അവർ അങ്ങനത്തെ ഒരു രീതിയിൽ പോവുകയാണ്. കണ്ടപ്പോൾ വളരെ അതിശയം തോന്നി. കാരണം ഏതാണ്ട് ഒരു 10 സെന്റ് സ്ഥലത്ത് പെപ്പിനോ മെലോൺ കൃഷി ചെയ്തിരിക്കുന്നു. ഇതിന്റെ പഴവും പച്ചയും ഒക്കെ തന്നെ ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടായിട്ടും വെജിറ്റബിൾ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. ആരോഗ്യപരമായ ധാരാളം ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണെന്നാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് ഇത് വളരെ ചെറിയ തോതിലെങ്കിലും ഇവിടുത്തെ സമൂഹം ഇത് കൃഷി ചെയ്യും. അങ്ങനെ ഒരു കൃഷിയുടെ ഒരു ഡൈവേഴ്സിറ്റി അത് പഴങ്ങളിൽ കൂടി പച്ചക്കറിയിൽ കൂടി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പഴങ്ങൾ, വിദേശ പഴങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. ആ ഗണത്തിലേക്ക് ഈ പെപ്പിനോ മെലോണും കൂടി എത്തുകയാണ്. മറയൂരിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്. ജെയിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാണ് പെപ്പിനോ മെലോണിന്റെ വിശേഷങ്ങൾ അല്ലേ? അപ്പോൾ ഈ പെപ്പിനോ മെലോൺ കഴിച്ചായിരുന്നോ ജെയിൻ? എന്താണ് അതിന്റെ ടേസ്റ്റ് ഒക്കെ? പിന്നെ കാഴ്ചയിൽ ഇപ്പോൾ എനിക്കത് ഒരു മാമ്പഴം അല്ലെങ്കിൽ ഒരു മാങ്ങയുടെ ഒക്കെ ഒരു ഷേപ്പ് പോലെ തോന്നുന്നു. അങ്ങനെയൊക്കെ തന്നെ ആണോ അത് കാണാനൊക്കെ? പെപ്പിലോൺ മെലോൺ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇതിന് ഒരു ആപ്പിളിൻ്റെ ഷേപ്പാണ്. ശരിക്കും നമുക്ക് ഒരു ആപ്പിളിൻ്റെ ഇതിന് സമാനമായിട്ടുള്ള ഷേപ്പാണ്. പക്ഷേ ഇത് ആപ്പിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് പച്ചയ്ക്ക് കഴിക്കുമ്പോൾ നമ്മൾ വെള്ളരി കഴിക്കുന്ന അല്ലെങ്കിൽ വെള്ളരിക്ക് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. പക്ഷെ പഴുത്ത് കഴിയുമ്പോൾ ഇതിനൊരു ലൈറ്റായിട്ടുള്ള മധുരമുണ്ട്. പക്ഷേ ഇതൊരു ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇന്നലെ ചെന്നപ്പോഴാണ് കഴിച്ചത്. ഇതിനകത്ത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണുള്ളത് സേതു. ഒന്ന്, ഒരാൾക്ക് ഒരു ചെടി കിട്ടി, അപ്പോൾ അതിനകത്തുനിന്ന് ഒരു ഫ്രൂട്ട് ഉണ്ടായി. അതെന്താണെന്ന് അയാൾക്കറിയില്ല. അപ്പോൾ അത് കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, ആ ഒരു മനസ്സാണ് ആ കർഷകനെ സംബന്ധിച്ചുണ്ടായത്. അപ്പം അയാളത് കൃഷി ചെയ്തു, വലിയ അളവിലുണ്ടായി. അപ്പോൾ അത് വിപണനം ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുചെല്ലുമ്പോൾ അവിടെ ഇല എന്ന് പറയുന്ന വനം വകുപ്പിൻ്റെ ഈ ആദിവാസികളായിട്ടുള്ള ആളുകളുടെ വനവിഭവങ്ങൾ ശേഖരിച്ച് അത് വിൽപ്പന നടത്തുന്ന ഒരു കേന്ദ്രമാണ് ഇല എന്ന് പറയുന്ന ലേലച്ചന്ത. അപ്പോൾ അവിടെ കൊണ്ടുചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ആർക്കും ഇതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇതിന് ഏത് തരത്തിലുള്ള പഴമാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്നോ അവിടെയുള്ള ആളുകൾക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് അവരാരും മേടിച്ചില്ല. അപ്പം ആ കർഷകനെ സംബന്ധിച്ച് നിരാശയോടെ മടങ്ങിപ്പോകേണ്ട ഒരു ദിവസമാണ്. പക്ഷേ അന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഈ സാധനം അല്ലെങ്കിൽ ഈ പഴം മേടിച്ച് അവിടെ വെച്ചു. എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് DFO ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ടപ്പോൾ ഇതെന്താണ് ഈ പഴം എന്ന് അദ്ദേഹം തിരക്കി. അങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇത് പെറുവിൽ നിന്നുള്ള ഒരു പഴമാണ്, ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒരു പഴമാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇതിന് ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന പഴമാണ്. അതോടൊപ്പം തന്നെ പ്രഷർ കൂടുതലുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന പഴമാണ്. അങ്ങനെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഔഷധ ഗുണമുള്ള ഒരു പഴമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം ഈ കർഷകനെ വിളിച്ചിട്ട് നിങ്ങളത് വെട്ടിക്കളയേണ്ട, നമുക്ക് അടുത്ത തവണ ചന്തയിൽ വെച്ചിട്ട്
ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ടാണെങ്കിലും ഇത് വിറ്റ് ഒരു ലാഭമുണ്ടാക്കി കൊടുക്കാം എന്നങ്ങനെ പറയുകയാണ് ചെയ്തത്. അത് ഈ രണ്ട് പേരുടെ ഒരു സമീപനം, ഈ വിഷയത്തിലുണ്ടായ സമീപനമാണ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഒന്ന്, ഒരു സാധാരണക്കാരനായ ഒരു കർഷകന് എന്താണെന്ന് പോലും അറിയാത്ത ഒരു പഴം ലഭിക്കുകയും അദ്ദേഹം അത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു. അതൊരു ആദിവാസിയായിട്ടുള്ള ഒരാളാണ്. മറ്റൊരാൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഇതെന്താണെന്ന് അന്വേഷിക്കുകയും ഒരു പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളുമായിട്ടൊന്നും പോകേണ്ട കാര്യമില്ല, വനം വകുപ്പ് ഉദ്യോഗസ്ഥനാണ്. ഒരു കർഷകൻ ഉണ്ടാക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ കൃഷി ഉൽപ്പന്നം അത് വിപണനം ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഉത്തരവാദിത്വമല്ല. എന്നിട്ടും അതിന് തയ്യാറാവുകയും ചെയ്ത ഈ 2 പേർ, അതാണ് ആ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കൂടി അദ്ദേഹത്തെ കൂടി അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഇത് നല്ല നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു പഴമാണ് എന്ന് തന്നെ നമുക്ക് രുചിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും എന്നുള്ളതാണ്.